അച്ഛൻ പോയി നമ്മൾ പറയുന്ന അങ്ങനെയൊക്കെയല്ലേ. ഞാൻ പറയും മതി, എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, അവരെല്ലാം ജോലിയാണോ ചെയ്തിരുന്നത് അതോ ബിസിനസ് ആയിരുന്നോ ചെയ്തിരുന്നത്? കർഷകരും ജോലിക്കാരും ഒക്കെ ആയിരുന്നു. പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ ഒരുപാട്. ആരെങ്കിലും കോടീശ്വരനായിട്ടുണ്ടോ? സർ, ഇത്രയും തലമുറകൾ മാറി 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 വന്നിട്ടും ആരും കോടീശ്വരന്റെ പട്ടികയിലെത്തിയില്ല എങ്കിൽ താങ്കൾ ഈ ഒരു ജന്മം മുഴുവനും പണിയെടുത്താൽ ഒരു കോടീശ്വരനായി മാറാൻ കഴിയും എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അതെന്നെ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, സാർ പറയാം. അതേ വിളിച്ചുന്ന ചായയും കുടിച്ചുകൊണ്ട് വീട്ടിൽ പോയി. പക്ഷെ അന്ന് രാത്രി എന്റെ ഭ്രാന്തന്റെ അവസ്ഥയെ കൊണ്ടുപോയി ഉറക്കം കെടുത്തി. അച്ഛൻ അവിടെ ആരും ഒന്നും ചെയ്യില്ല, ഞാനൊന്നും ആയില്ല, ഇനി ഞാൻ എന്താവും? ഞാൻ നോക്കി എന്റെ കുടുംബം എങ്ങനെയുണ്ടോ? കടബാധ്യതയിൽ നിൽക്കുന്നു, സ്വന്തമായിട്ട് ബൈക്കുള്ളതിന് പലപ്പോഴും EMI മുടങ്ങുന്നു, വാടക കൊടുക്കുന്നു, മാറി മാറി വാടക കൊടുത്ത് താമസിക്കുന്നു. അന്നൊരു ഡിസിഷൻ എടുത്തു. ഭാര്യയുടെ അനുവാദം ചോദിച്ചില്ല, അമ്മയുടെ അനുവാദം ചോദിച്ചില്ല, നാട്ടുകാരുടെ അനുവാദം ചോദിച്ചില്ല, ഭാര്യയുടെ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചില്ല. തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ജോലി വിടാം, പക്ഷെ എങ്ങനെയാണ് ജോലി കിട്ടാൻ അറിയാം, ജോലി ഒഴിവാക്കണം എങ്ങനെയെന്ന് അറിയില്ല, റെസിഗ്നേഷൻ എഴുതാൻ അറിയില്ല. സാർ, ഞാൻ തീരുമാനിച്ചു. പോയി കണ്ടു. എടപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫോർമാറ്റ് ഉണ്ടാക്കി തരും, എനിക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി തരും സാർ, ജോലി എങ്ങനെയാണ് റെസിഗ്നേഷൻ ചെയ്യേണ്ടത്. ഒരു കുഴപ്പമില്ലാതെ പുള്ളി എഴുതി തന്നു. എനിക്ക് വായിക്കാൻ വെക്കണില്ല. ഞാൻ പറഞ്ഞു, സാർ ഇത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോകണം സാർ, ഒന്നുകൂടെ പറഞ്ഞു ഞാൻ എടുക്കാം. എന്നാ എഴുതിയെടുത്തോളൂ. അങ്ങനെ എഴുതിയെടുത്തു. ഒരു മടിയില്ലാതെ പേപ്പർ ഇട്ടു. ജോലി വേണ്ടെന്ന് വെച്ചു. അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു. ഞാൻ പിന്നാലെ നടന്നു. പിന്നെ 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 ഞാൻ പഠിച്ചു തുടങ്ങി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ആ മനുഷ്യൻ ഇന്ന് ഹോളിലുണ്ട്. ആ മനുഷ്യൻ ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് മിസ്റ്റർ മനോജ് മാധവൻ. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എനിക്ക് കിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ നിൽക്കില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് വേണം. നിങ്ങളെ നയിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ 150% നിങ്ങൾക്ക് സക്സസ് ഗ്യാരണ്ടിയാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷയം മെന്റർഷിപ്പ് എന്ന് മനസ്സിലാവില്ല. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആളാവണമെന്നില്ല ഒരു മെന്റർഷിപ്പ്. ഇവിടെ ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വ്യക്തമായ മെന്റർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു നല്ല മെന്ററെ വിശ്വാസത്തോടെ എടുത്തുകൊണ്ട് നിങ്ങളെ എടുത്തുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ സക്സസ് ഗ്യാരണ്ടിയാണ്. ഒരു ഡൗട്ടും വേണ്ട. ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ധാരണ ഉണ്ടാവണം, ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കാനോ, അമ്മയെ സംരക്ഷിക്കാനോ, അച്ഛനെ സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ ബാപ്പയെ ഉമ്മയെ സംരക്ഷിക്കാനോ ഒന്നും ആവരുത്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ടത് ഈ കമ്പനിയിൽ മിനിമം ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആകണം എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ, റിച്ച് ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വരും. ഒരുപാട് പൈസ വരുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന വെക്കേഷനുകൾ നിങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോലെ എൻജോയ് ചെയ്യാൻ കഴിയും ലൈഫ്. അവിടെയാണ് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയൊക്കെ എൻജോയ് ചെയ്യുന്നത്. അല്ല നിങ്ങളുടെ സാഹചര്യ പ്രതിസന്ധികളും വിഷമങ്ങളും പറഞ്ഞാൽ ആർക്ക് വേണം നമ്മളെ? അങ്ങനെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കാൻ സ്വന്തമായിട്ട് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഒരു വീടുണ്ട്. ഇന്ന് 12 ലക്ഷം രൂപയ്ക്കുള്ള വാല്യൂ ഉള്ള ഒരു വർക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു. ഹോണ്ട സിറ്റി. അടുത്ത ബെൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. 2 മക്കൾ, ജീവിതത്തിൽ ഒരു ഭാര്യ. അപ്പോ അതിനല്ലോ കാര്യം സന്തോഷം കൊണ്ടാണ്. അപ്പൊ ആ 2 കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമോ എന്നെനിക്ക് ഒരു വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ മൂത്ത മകൻ അവൻ പഠിക്കാൻ ആഗ്രഹം പഠിപ്പിച്ചു പറഞ്ഞു, എനിക്ക് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കണം, അത് ബാംഗ്ലൂർ പഠിക്കണം, അല്ലെങ്കിൽ അവന് ലണ്ടനിൽ പോയി പഠിക്കണം. ബാംഗ്ലൂർ പഠിക്കണ്ട, നീ ലണ്ടനിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ലണ്ടനിൽ പോയി അവൻ അത് കോഴ്സ് കഴിഞ്ഞു. 1.5 വർഷം വീണ്ടും അവിടെ അവന് നിൽക്കാൻ പക്ഷെ നിന്നില്ല. സ്റ്റേബാക്ക് കളഞ്ഞ് നാട്ടിൽ വന്നു. അവനെ കല്യാണവും കഴിപ്പിച്ചു. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുൻപ്. 2ാമത്തെ മകൻ ഈ പറഞ്ഞ BBA കഴിഞ്ഞിട്ട് അടുത്ത തൽക്കാലം ജോലി ചെയ്ത് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് അവന് ഹുണ്ടായിയിൽ സർവീസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. വൈഫ് വീട്ടിൽ ഇതെല്ലാം സംരക്ഷിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാ മാസവും 50,000 രൂപയും മേടിച്ച് അടുത്ത വിദേശ യാത്രയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ജീവിതം മാറി വളരുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇതിന്റെ 9ാമത്തെ റാങ്കിലേക്ക് എത്തുക എന്നതിന് വേണ്ടി നിങ്ങൾ നല്ല ഒരു മെന്റർഷിപ്പിനെ കണ്ടെത്തി നിങ്ങളെ എല്ലാവരും കണ്ടെത്തിക്കൊണ്ട് നിങ്ങളെ ഏതിലും ഫസ്റ്റ് ഓർഗനൈസേഷനിലും സെക്കൻഡ് ഓർഗനൈസേഷനിലും ഉള്ള വ്യക്തികളെ കൃത്യമായിട്ട് അവരെ അടുത്ത റാങ്കിലേക്കും അവർക്ക് വരുമാനം കിട്ടുന്നതിലേക്കും ഈ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സഹായിച്ചു കൊടുത്ത്